ബിഗ് ബോസ് മലയാളം സീസൺ 7 11-ാം ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. രാവിലത്തെ വേക്കപ്പ് സോങ് ഒക്കെ കഴിഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ കാണുന്നത് കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി പത്രമാണ്. അതായത് ജിസേലിനെ വേട്ടയാടുകയായിരുന്നല്ലോ ഇന്നലെ. അവിടെ തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ അനുമോളുണ്ട്, ബിൻസിയുണ്ട്, ആദില, നൂറ, ശൈത്യ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും പഴയ വിഷയം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് രാവിലെ തന്നെ. എന്തെങ്കിലും പൊക്കിയോ അവളുടെ കയ്യിൽ നിന്ന് എന്ന് ആദില ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യയാണ് പറയുന്നത്, അവൾ പല സമയത്ത് പല കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം അവൾ പറയുന്നത് ബീട്രൂട്ട് ആണെന്ന്, പിന്നെ സവാളയാണെന്ന് പറയുന്നു, ക്യാരറ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ മാറിയും കയറിയും പലതും അവൾ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആദില, അല്ല ഒറ്റയ്ക്കാരെങ്കിലും ചെന്ന് സമാധാനത്തോടെ നീ അത് യൂസ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൾ സത്യം പറഞ്ഞേനെ. ഉവ്വ അങ്ങ് ചെന്നാൽ മതി. അല്ല ഞാൻ ചോദിച്ചിരുന്നു, എല്ലാവരും കൂടി വന്ന് ചോദിച്ച സമയത്ത് നിനക്ക് സത്യം അങ്ങ് പറയരുതായിരുന്നു എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് തന്നെയാണ് പ്രശ്നം, എല്ലാവരും കൂടി വന്ന സമയത്ത് എനിക്കത് പറയാൻ തോന്നിയില്ല. ഇതേക്കുറിച്ച് ഇന്നലെ സംസാരിച്ചതാണ്. ലാലേട്ടൻ വരുന്ന സമയത്ത് കൃത്യമായി ഇത് കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇത് അവളോട് പറഞ്ഞതാണ്. അപ്പോൾ അവൾ എന്തു പറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കട്ടെടുത്ത് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്മാർട്ട്നെസ്. ഇന്നലത്തെ എപ്പിസോഡും ലൈവും ഒക്കെ കാണുന്ന സമയത്ത് ജിസേൽ വാസ്തവത്തിൽ ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ടോ, അടിച്ചുമാറ്റി കൈ വെച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംശയമായിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൃത്യമായിട്ട് അതുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജിസേലിനെ അടിമുടി പരിശോധിച്ചു, ശരീരവും പരിശോധിച്ചു, പിന്നെ തൻ്റെ ബെഡ്റൂമിൻ്റെ ഭാഗങ്ങളെല്ലാം പരിശോധിച്ചു. അവിടെ എങ്ങും സാധനങ്ങൾ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിസേലിൻ്റെ വായിൽ നിന്ന് തന്നെ ആ വാക്ക് അവർ പിടിച്ചെടുത്തിരിക്കുകയാണ്. കട്ടെടുത്ത് യൂസ് ചെയ്യുന്നത് എൻ്റെ സ്മാർട്ട്നെസ് എന്നവൾ പറഞ്ഞു അത്രേ. അപ്പോൾ ഉറപ്പായിട്ടും ശനിയാഴ്ച ഞായറാഴ്ച നടക്കുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ ജിസേലിന് മൂക്കുകയർ വീഴുവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ജിസേലിനെ പായ്ക്ക് ചെയ്യുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ടതാണ്. പിന്നീട് കാണുന്നത് ജിസേലിന്റെ വിശദീകരണമാണ്. ഒനിൽ സാബുവിനോടാണ് ജിസേൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ മേക്കപ്പ് ഐറ്റംസ് ഒന്നുമില്ല, ഉണ്ടായിരുന്നതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തു. എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവൾ ആദ്യത്തെ ദിവസം മുതൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ തുണി വലിച്ചു കീറിയിട്ട് സംസാരിക്കുകയാണെന്ന്. എന്തിനാണ് അവൾ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത്? ചുരുക്കത്തിൽ ജിസേലിന്റെ സംസാരം കേൾക്കുമ്പോൾ ഈ സംഗതികളെല്ലാം അനുമോളുടെ ഭാവനാ സൃഷ്ടിയാണ്. തന്നോടുള്ള കടുത്ത അസൂയ നിമിത്തം അനുമോൾ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വീക്കെൻഡിൽ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കപ്പെടും. ആരാണ് ഇവിടുത്തെ തെറ്റ്, ആരാണ് ശരി എന്നുള്ളത്. അവിടം വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. തുടർന്ന് കാണുന്നത് ഒരു പുതിയ ടാസ്കിന്റെ ലെറ്റർ ബിൻസി വായിക്കുന്ന കാഴ്ചയാണ്. ആ ടാസ്കിന്റെ പേര് പകൽക്കൊള്ള എന്നാണ്. റേസിംഗ് സ്റ്റാർ ബാൻഡ്, ചില ആൾക്കാരുടെ 2-3 ആൾക്കാരുടെ കയ്യിൽ ഈ ബാൻഡ് ഉണ്ട്. ഈ ബാൻഡ് ലഭിക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജുകളുണ്ട്. അവർക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന ഈ കൂറ വസ്ത്രമൊന്നും ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ നിന്ന് പായ്ക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉപയോഗിക്കുവാനുള്ള ഒരു പ്രിവിലേജാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഈ ടാസ്കിൽ കൂടി ആ ബാൻഡ് ഇതുവരെ ആരാണോ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അവരുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർക്ക് സ്വന്തമാക്കുവാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത്. ഗാർഡനറിയിൽ വലിയൊരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിന്റെ ഒത്ത നടുവിലായി ചെറിയൊരു വൃത്തവും വരച്ചിട്ടുണ്ട്. ഇപ്പോൾ റേസിംഗ് ബാഡ്ജ് കൈകളിലുള്ള ആൾക്കാർ അവരുടെ 3 പേരുടെയും ബാഡ്ജുകൾ ആ ചെറിയ വൃത്തത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് വെക്കണം. അതിനുശേഷം വലിയ വൃത്തത്തിന്റെ പുറത്ത് എല്ലാ ആൾക്കാരും ചുറ്റിലുമായി നിൽക്കുക. തുടർന്ന് ബസർ ശബ്ദം കേൾക്കുമ്പോൾ അകത്തേക്ക് ഓടിക്കയറി ഈ ബാഡ്ജ് കൈവശപ്പെടുത്തുക. ഇത്രയും ദിവസം ഈ ബാഡ്ജ് സൂക്ഷിച്ചിരുന്ന വ്യക്തികളുടെ കയ്യിൽ തന്നെയാണ് അതവർക്ക് ലഭിക്കുന്നതെങ്കിൽ വീണ്ടും ആ പഴയ പ്രിവിലേജ് അവർക്ക് ഉപയോഗിക്കാം. എന്നാൽ പുതിയ ആൾക്കാരുടെ കയ്യിലേക്കാണ് എത്തുന്നതെങ്കിൽ അവർക്ക് തുടർന്ന് പ്രിവിലേജ് ലഭിക്കും. അപ്പോൾ തന്നെ ഇതുവരെ ഈ ബാഡ്ജ് കൈവശം വെച്ച് ഉപയോഗിച്ചിരുന്ന വ്യക്തികൾ അവരുടെ മേക്കപ്പ് സാധനങ്ങളും സ്വന്തമായിട്ടുള്ള വസ്ത്രങ്ങളും എല്ലാം തിരികെ കൊടുക്കണം. അതവർക്ക് നഷ്ടപ്പെടും. തുടർന്ന് ടാസ്ക് ആരംഭിക്കുന്നു. ബസർ ശബ്ദം കേൾക്കുമ്പോഴേക്കും വെടിച്ചില്ല് പോലെ പാഞ്ഞെത്തുന്നത് ആദ്യം ആര്യനാണ്. ആര്യന്റെ കയ്യിൽ 2 എണ്ണം ലഭിക്കുന്നുണ്ട്. ആര്യൻ അതിലെ ഒരെണ്ണം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് ഒന്ന് താൻ കൈക്കലാക്കുന്നു. എന്നാൽ താൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് കാര്യമായ എഫേർട്ട് ഒന്നും എടുക്കാതെ നിന്ന ജിസേലിന്റെ മുൻപിലേക്കാണ് ചെന്ന് വീഴുന്നത്. ജിസേലിന് അത് ലോട്ടറിയായി മാറുകയായിരുന്നു. സത്യത്തിൽ ജിസേലിനാണ് ഈ സ്വന്തം വസ്ത്രങ്ങളും മേക്കപ്പ് ഐറ്റങ്ങളും മറ്റുള്ളവരെക്കാൾ ഏറ്റവും അധികം ആവശ്യമുള്ളത്. ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ജിസേൽ അവിടെ ഉണ്ടാക്കുന്ന പുക്കാറുകൾ, അവിടെ മോഷ്ടിച്ചുപയോഗിക്കുന്നത്, പിടിക്കപ്പെട്ടു, 2 പ്രാവശ്യം പിടിക്കപ്പെട്ടു, സാധനങ്ങളൊക്കെ മടക്കി കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും ഇപ്പോഴും താൻ എന്തൊക്കെയോ മോഷ്ടിച്ചു വെച്ച് ഒളിപ്പിച്ചുപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ജിസേലിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏറ്റവും അധികം ഹാപ്പി ആയത് ജിസേലാണ്. ഈ ടാസ്കിൽ ആര്യൻ, ഷാനവാസ്, ജിസേൽ ഈ 3 ആൾക്കാർക്കാണ് ബാഡ്ജ് ലഭിക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ്. ജിസേലിന് ഈ ബാഡ്ജ് ഉപയോഗിക്കുവാൻ കഴിയില്ല. കാരണം ജിസേലിന്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ തന്നെ മുംബൈയിലേക്ക് മടക്കി അയച്ചു. ഇപ്പോൾ ജിസേലിന് സ്വന്തമായിട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് ജിസേൽ ഈ ബാഡ്ജ് മറ്റാർക്കെങ്കിലും ഇഷ്ടമുള്ളൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. അങ്ങനെ ജിസേൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തി അഭിലാഷാണ്. അങ്ങനെ ജിസേലിന് അടിച്ച ലോട്ടറി അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അഭിലാഷിനാണ്.
തുടർന്ന് കാണുന്നത് ഭക്ഷണമേശയിലെ പതിവ് കോലാഹലമാണ്. സാധാരണ ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും അധികം അടി നടക്കുന്ന രണ്ട് സ്ഥലം, ഒന്ന് അടുക്കളയും രണ്ടാമത് ഭക്ഷണമേശയുമാണ്. ഭക്ഷണം വിളമ്പി വെച്ചതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ദിവസവും ഒരു മൂസർ അടി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇന്നും പതിവ് ശൈലി തെറ്റിക്കാതെ അടിയും ബഹളവും ആരംഭിച്ചു. ഈ അടികളെല്ലാം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി അനീഷാണ് എന്നുകൂടി ഓർക്കണം. ഇന്നും അനീഷിനെ തന്നെയാണ് തെരഞ്ഞു പിടിച്ചിരിക്കുന്നത്. കലാഭവൻ സരികയാണ് പ്രശ്നം എടുത്തിടുന്നത്. കിച്ചണിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയപ്പോൾ ചിലർക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു, എന്നാൽ മറ്റു ചിലർക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അരച്ച് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവിനകത്ത് ചേർത്ത് മറ്റു ചില ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു പാഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് പ്രശ്നം. പിന്നെ അനീഷിന്റെ മേൽക്കിട്ട് കയറുന്ന സമയത്ത് അത് ലീഡ് ചെയ്യുന്നയാള് അപ്പാനി ശരത്താണ്. അയാൾ വന്ന് ഭയങ്കര ഷോ ഓഫ് കാണിക്കുകയാണ്. അനീഷിനെ വല്ലാതെ അങ്ങ് വലിച്ചു കീറുന്നുണ്ട് അവിടെ ഇട്ട്. നമ്മൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ അനീഷ് അവിടെ ഇങ്ങനെ തൻ്റെ തെറ്റിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നാൽ അനീഷ് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. തനിക്ക് പറയാനുള്ളതെല്ലാം ലൈവ് കണ്ടവർക്കറിയാം. ശരിക്കും അനീഷ് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനം ഇതുങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അയാൾ മിണ്ടാതിരിക്കുകയാണ്. തുടർന്ന് വീണ്ടും ജിസേൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ജിസേൽ പല സമയത്ത് പലതും മാറി മാറി പറയുന്നു. ചില സമയത്ത് പറയുന്നു ക്യാരറ്റ് ആണെന്ന്, ചിലപ്പോൾ പറയുന്നു ബീറ്റ്റൂട്ട് അരച്ചു ചേർത്തതാണെന്ന്, ചിലപ്പോൾ പറയുന്നു സവാളയാണെന്ന്, പിന്നെ പറയുന്നു ഏതോ ഒരു സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ എന്തൊക്കെയോ ആണെന്ന്. ഇതിലേതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല. കള്ളത്തരങ്ങളൊന്നും കാണിക്കാത്ത വ്യക്തിക്ക് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യം ഒന്ന് പറയാമല്ലോ. ഇങ്ങനെ ചാഞ്ചാടി കളിക്കുമ്പോൾ അതിനകത്ത് എന്തോ കാര്യമില്ലെന്നാണ് ഡോക്ടർ ബിന്നി ചോദിക്കുന്നത്. അതിന് അക്ബറിന്റെ മറുപടി, ഞങ്ങളൊക്കെ എന്തായാലും ന്യൂട്രലായിട്ടാണ് ഈ വിഷയത്തിൽ നിന്നിട്ടുള്ളത്. പിന്നെ ജിസേൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റ് തന്നെയാണ്. ഞങ്ങളാരും ജിസേലിന്റെ വാല് പിടിച്ച് നടന്നിട്ടില്ല. പിന്നെ ചിലർക്കൊക്കെ ജിസേലിനോട് അസൂയ തോന്നുന്നതിൽ ഞങ്ങൾക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അത് അനുമോളെ ലക്ഷ്യമാക്കിയുള്ള ഒരു ഒളിയമ്പായിരുന്നു. പെട്ടെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്, ജിസേലിനോട് ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്? അസൂയപ്പെടാൻ തക്കവണ്ണം എന്താണുള്ളത് ഇപ്പോൾ? അപ്പോൾ അക്ബർ, ഞാൻ നിന്നെയാണ് പറഞ്ഞതെന്ന് നിനക്കങ്ങനെ മനസ്സിലായി? ഇതേ ചൊല്ലി പിന്നീട് അവിടെ ചെറിയൊരു വാഗ്വാദമൊക്കെ നടക്കുന്നുണ്ട്. തുടർന്ന് കാണുന്നത് ആദില, നൂറ, അനുമോളൊക്കെ കൂടി ജിസേലിന്റെ പ്രോപ്പർട്ടികൾക്കുള്ളിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നതാണ്. ഇത് കണ്ടുകൊണ്ടാണ് ജിസേൽ എവിടേക്ക് കയറി വരുന്നത്. അനുമോള് തന്റെ കിടക്കക്കരികിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ജിസേൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തിനാണ് എന്റെ പ്രോപ്പർട്ടി പരിശോധിക്കുന്നത്? നീ എന്തിനാണ് എന്റെ ഡ്രോയർ തുറന്നത്? നിനക്കതിന്റെ ആവശ്യം എന്താണ്? ഇത് ചോദിച്ചുകൊണ്ട് വലിയ ബഹളം നടക്കുന്നു. ആദിലയും നൂറയും ആ സമയത്ത് അനുമോൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് ജിസേലിന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. ജിസേൽ ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള അധികാരം എന്താണ്? നീ എന്താ ബിഗ് ബോസിന്റെ ടീം മെമ്പർ ആണോ? അപ്പോൾ അനുമോൾ, ഞാൻ ബിഗ് ബോസിന്റെ മാമിയാണ്. എന്താ? ഓ, അത് നിന്റെ മനസ്സിൽ, നീ ഒന്നും അല്ല എന്ന് ജിസേൽ. ഈ സമയത്ത് ക്യാപ്റ്റൻ ഷാനവാസ് അവിടേക്ക് വരുന്നുണ്ട്. ക്യാപ്റ്റനോട് ജിസേൽ കംപ്ലൈന്റ് പറയുകയാണ്, എന്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിക്കുകയാണ്, ഇവളെ വിലക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഷാനവാസ് എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് അനുമോളെ ശാസിക്കുകയാണ്. അനുമോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് നിന്റെ പേരിലേ വരികയുള്ളൂ എന്ന് പറയുകയാണ്. ഈ പുള്ളിയാണ് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, എവിടെ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചു, ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണ ഫ്രീഡം നൽകിയിട്ടുണ്ടെന്ന്. ആ ആളാണ് ഇപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അനുമോളെ ശാസിക്കുന്നത്. അപ്പോൾ അനുമോള് പറയുകയാണ്, ഇവിടെ വെറുതെ അല്ലല്ലോ ക്യാമറ വെച്ചിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും അടിച്ചു മാറ്റുന്നുണ്ടോ എന്നുള്ളത് ഈ ക്യാമറ പറയട്ടെ. പിന്നീട് കാണുന്നത് ശൈത്യയും അനുമോളും തമ്മിലുള്ള സംസാരമാണ്. ഈ ജിസൈലിനെ കണ്ടമാനം ആണുങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഇവിടെ അനുമോള് ശൈത്യയോട് പങ്കുവെക്കുന്നത്. ജിസൈൽ പറയുന്നത് കേൾക്കാനും ജിസൈലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജിസൈലിന്റെ പുറകിന് ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്ന ചില ആൾക്കാർ ഇതിനകത്തുണ്ട്. നമ്മളെ എന്താണ് ഇവർക്കാർക്കും ഇഷ്ടമല്ലാത്തത്? നമ്മൾ ആരോട് എന്ത് ചെയ്യുന്നു? ഇത് പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് പൊട്ടിക്കരയുകയാണ്. ഞാൻ സഹിച്ചങ്ങ് നിൽക്കുകയാണ്. സഹിച്ച് ജീവിക്കാൻ പഠിച്ചൊരു പെണ്ണാണ് ഞാൻ. ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സങ്കടം വരുന്നത്. ഞാൻ അവളുടെ ഡ്രോയർ തുറന്നിട്ടില്ല. ആ തുറന്നു കിടന്നത് ഞാൻ അടയ്ക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. അതിനാണ് അവൾ ഇത്രയും ബഹളം ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ശൈത്യ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ കുറച്ചുകൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് അങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി, അല്ലാതെ ഇത് തോളിൽ വെച്ചുകൊണ്ട് നീ നടക്കണ്ട, നീ കരയാതിരിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അടുത്ത കംപ്ലൈന്റ് വീണ്ടും അനുമോള് പറയുകയാണ്, ഞാൻ സേഫ് ഗെയിം കളിക്കുന്നു, ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കൂട്ടം ആൾക്കാർ പുറകിൽ നടക്കുന്നുണ്ട്. എനിക്ക് വയ്യ, മടുത്തു, എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിയൊരു കരച്ചിലങ്ങ് കരയുകയാണ്. ഇത്രയും ദിവസമൊന്നും ഞാൻ അച്ഛനെയും അമ്മയും പിരിഞ്ഞു നിന്നിട്ടില്ല, എനിക്ക് അവരെ കാണാൻ തോന്നുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവരെ ഓർക്കാറ് പോലുമില്ല. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കരയാൻ മാത്രമേ നേരം കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് ശൈത്യയുടെ മാർവിൽ അങ്ങനെ തല ചായച്ച് അനുമോള് ദീർഘമായി വിലാപം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അടുത്ത കാഴ്ച അപ്പാനി ശരത്ത് ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നതാണ്. ടാസ്കിന്റെ പേര് കളിയരങ്ങ്. മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടിയുള്ള മറ്റൊരവസരവുമായിട്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് കലാപരിപാടികളായിരിക്കും ആവിഷ്കരിക്കപ്പെടുന്നത്. മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ലഭിച്ചിരിക്കുന്ന സഹായികളാണ് ഇവിടെ ഈ കലാപരിപാടികൾ അവർക്ക് വേണ്ടി നടത്തേണ്ടത്.
ഏത് തരത്തിലുള്ള കലാപരിപാടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അഭിപ്രായവും അവരുടെ അനുവാദവും ഒക്കെ ആരാഞ്ഞിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. അടുത്ത ക്ലോസ് ആണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഈ കലാപരിപാടികളുടെ വിധികർത്താക്കൾ അത് ഈ മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് വന്നിരിക്കുന്ന 6 പേർ തന്നെയാണ്. പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കണം. ബിഗ് ബോസ് പരസ്പരം തമ്മിൽ തല്ലിക്കുവാനുള്ള ഓരോ പരിപാടികൾ ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്നു എന്നുള്ളതാണ്. ഓരോ നിമിഷവും കൂട്ടുകാരായിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ തല്ലി തലകീറുവാൻ വേണ്ടിയുള്ള ടാസ്കുകളാണ് കൊണ്ടുകൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കലാപരിപാടിക്ക് വേണ്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇതിനകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സസ്പെൻഷനിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തർക്കും നിലനിൽപ്പിന്റെ ഘടകമാണിത്. അങ്ങനെയുള്ള ആൾക്കാരെ വിധികർത്താക്കളാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ശരിയാവുക? ആരെങ്കിലും വിട്ടുകൊടുക്കുവോ? ഞാൻ 1-ാം സ്ഥാനമാണെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഞാനാണ് പുറത്തു പോകുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി. അതുകൊണ്ട് എനിക്ക് 1-ാം സ്ഥാനം കിട്ടണമെന്ന് തന്നെ ഞാൻ വിധി പറയത്തുള്ളൂ. അപ്പോൾ ഈ 6 പേരും കൂടി ആക്ടിവിറ്റി ഏരിയയിൽ കിടന്നുകൊണ്ട് നല്ല തല്ലുണ്ടാക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു ടാസ്കിലൂടെ ബിഗ് ബോസ് മുൻപോട്ട് വെക്കുന്നത്. തുടർന്ന് കാണുന്നത് ആക്ടിവിറ്റി ഏരിയയിലെ പെർഫോമൻസ് ആണ്. ആദ്യമായിട്ടൊരു പാട്ടുമായിട്ട് എത്തുന്നത് അക്ബറാണ്. അക്ബറിനൊപ്പം ഡാൻസ് ചെയ്യുവാൻ അനുമോളുമുണ്ട്. കലാഭവൻ സരികയ്ക്ക് വേണ്ടിയാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ അക്ബർ പാടുന്നുണ്ട്. അതിനൊപ്പം അനുമോള് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു. പാട്ടും ഡാൻസും കഴിഞ്ഞതിന് ശേഷം അനുമോള് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എന്നെ കല്യാണം കഴിക്കുമോ? അപ്പോൾ അക്ബറിന്റെ മറുപടി, എനിക്ക് നിന്നെ നോട്ടമുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ ദിവസം എന്റെ നോട്ടം ശരിയല്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ നിന്നെ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ എത്തുന്നത് ഷാനവാസും നെവിനും കൂടിയായിരുന്നു. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു എന്നുള്ള പാട്ടൊക്കെ പാടി രണ്ടുപേരും കൂടി ഒരു തട്ടുപൊളിപ്പൻ ഡാൻസ് പ്രകടനം കാഴ്ചവെച്ചു. സത്യത്തിൽ ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പാട്ടും ഡാൻസും കൊണ്ടല്ല, ഇതിനകത്ത് നെവിൻ കൂടി ഉൾപ്പെട്ടിരുന്നത് കൊണ്ട് കോമാളിത്തരങ്ങളുടെ ഘോഷയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസും പാട്ടും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ചെറിയ സ്കിറ്റ് പോലെ അവതരിപ്പിക്കുകയാണ്. അതായത് ഇവർ രേണു സുധിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നെവിൻ രേണു സുധിയായിട്ടും രേണു സുധിയെ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ച അക്ബറായിട്ട് ഷാനവാസും അഭിനയിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞത് പ്രകാരം ഷാനവാസ് ഇവിടെ രേണുവിന്റെ പിറകിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, രേണു നിനക്ക് ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചുകൂടെ? അപ്പോഴേക്കും രേണു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നിനക്ക് എന്താടാ പറയേണ്ടത്? ഞാനങ്ങ് ഉരുകുവാണ്. ഈ കേരളക്കര മുഴുവൻ ഇത് കണ്ടു, എല്ലാവരും എന്നെ അടിച്ചമർത്തുകയാണ്, ഞാനങ്ങ് ഉരുകുകയാടാ. രേണു അങ്ങനെ പറയരുത്, എന്നോട് ക്ഷമിച്ചെന്ന് പറ രേണു, നോ എന്ന് പറഞ്ഞിട്ട് നെവിൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അത് സത്യത്തിൽ ഒരു രസക്കാഴ്ചയായിരുന്നു. കാര്യമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. തുടർന്നെത്തുന്നത് അനീഷിന്റെ സഹായികളായ ശൈത്യയും നൂറയുമാണ്. ശൈത്യ ഒരു കൊമ്പം മീശയൊക്കെ വെച്ച് കസ്തൂരി എന്റെ കസ്തൂരി എന്നുള്ള പാട്ട് ലാലേട്ടനെ പോലെ തോളുമൊക്കെ ചരിച്ചുകൊണ്ട് നൂറയുടെ പിന്നാലെ ഡാൻസ് ചെയ്ത് പാടി നടക്കുന്ന കാഴ്ച. തരക്കേടില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് അവർ കാഴ്ചവെച്ചത്. തുടർന്ന് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അനീഷിന്റെ നമ്മൾ സ്ഥിരം കാണുന്ന ചില മാനറിസം കൂടി അവരവിടെ പങ്കുവെക്കുന്നുണ്ട്. അതായത് ശൈത്യ നൂറയോട് പറയുകയാണ്, നൂറ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? അപ്പോൾ നൂറ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം. ഇല്ലില്ല, നിന്നെ എന്റെ വീട്ടിൽ കേട്ടില്ല, എന്റെ പഞ്ചായത്തിൽ പോലും കേട്ടില്ല. അനീഷ് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരോടും ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുത്തനുമായിട്ടും യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല. എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ആരും വരണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട, എൻ്റെ പഞ്ചായത്തിൽ പോലും ഇവിടുത്തെ ഒരെണ്ണത്തിനെ ഞാൻ കേട്ടില്ല. നിങ്ങളെ എല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. ഇത് അവർ ആ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. അവരുടെ ഈ പരിപാടി അവതരണം ഏറ്റവും നന്നായി ആസ്വദിച്ചത് എനിക്ക് തോന്നുന്നത് അനീഷ് തന്നെയാണ്. അനീഷ് കൈയടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ച് ആഘോഷിക്കുകയായിരുന്നു. തുടർന്ന് വേദിയിലേക്ക് എത്തുന്നത് ജിസേലും ആര്യനുമാണ്. ഒനിലിന്റെ സഹായികളാണിവർ. ഹിന്ദി പാട്ടുമൊക്കെ പാടിക്കൊണ്ട് അവരും ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തി. പക്ഷേ അത് ബിലോ ആവറേജ് ആയിരുന്നു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. കാര്യമായിട്ട് ആർക്കും ആസ്വദിക്കുവാൻ തക്കവണ്ണം ഒന്നും തന്നെ അതിനകത്തുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, പ്രോഗ്രാം ടൈം എത്തുന്നതിന് മുൻപ് തന്നെ ഫിനിഷാക്കി രണ്ടുപേരും അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. അടുത്തതായി പെർഫോം ചെയ്യാൻ സ്റ്റേജിലേക്ക് വരുന്നത് അപ്പാനി ശരത്തും ഡോക്ടർ ബിന്നിയും കൂടിയാണ്. എൻ്റെ അമ്മയുടെ ജിമിക്കിയും കമ്മലും എൻ്റെ അച്ഛൻ കട്ടോണ്ട് പോയി എന്നുള്ള പാട്ട്. ശരിക്കും ഇത് സിനിമയ്ക്കകത്ത് അപ്പാനി ശരത്ത് തന്നെയാണ് പാടി ഡാൻസ് ചെയ്തിട്ടുള്ളത്. നല്ല കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈ വേഗത്തിലുള്ള പാട്ടും അതിനനുസരിച്ചുള്ള ചടുലമായ നൃത്തവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത്രമാത്രം ആസ്വാദ്യകരമായി തോന്നിയില്ല. ഒരാൾ ശാന്തമായിട്ട് നിന്നുകൊണ്ട് ആ പാട്ട് പാടുകയും മറ്റൊരാൾ ഡാൻസ് ചെയ്യുകയും ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി തീരുമായിരുന്നു. പക്ഷേ ഇത് ഈ പാട്ടും ഡാൻസും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അവർ പെർഫോം ചെയ്തത് രണ ഫാത്തിമയ്ക്ക് വേണ്ടിയായിരുന്നു. ഏറ്റവും ഒടുവിലായി പെർഫോം ചെയ്യുവാൻ വേണ്ടി എത്തിയത് അഭിലാഷും ബിൻസിയും കൂടിയായിരുന്നു. അവർ ശാരികയുടെ സഹായികളായിരുന്നു. എന്താ പറയേണ്ടത്, നല്ല ഒന്നാന്തരം മാസ്മരിക പ്രകടനം. കാരണം ഈ അഭിലാഷ് നല്ല ഒന്നാന്തരം ഒരു ഡാൻസറാണ്. അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് ശരിക്കും എല്ലാ ആൾക്കാരെയും പിടിച്ചിരുത്തുന്ന രീതിയിൽ കിഡിലൻ പെർഫോമൻസ് നടത്തി.
അഭിലാഷിന്റെ ഡാൻസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും മാർഗം കളിയുടെ പാട്ടുമായിട്ട് RJ ബിൻസി വേദിയിലേക്ക് കയറി. ആ പാട്ടും വളരെ മനോഹരമായി തന്നെ ബിൻസിയും പാടിവെച്ചു. തുടർന്ന് ഇതിന്റെ വിധി പ്രസ്താവനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ 6 കണ്ടസ്റ്റൻസിൽ ഒരാളിനെ ബിഗ് ബോസ് ഒഴിവാക്കി കളഞ്ഞു. അത് ശാരികയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അഭിലാഷും RJ ബിൻസിയും കൂടി നടത്തിയ പെർഫോമൻസ് ബിഗ് ബോസിന്റെ റൂളിനെ തെറ്റിച്ചുകൊണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് കുറച്ച് പാട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാട്ടുകൾ മാത്രം പാടാനുള്ള അനുവാദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ലിസ്റ്റിൽ പെടാത്ത മാർഗംകളി പാട്ടുമായിട്ട് RJ ബിൻസി സ്റ്റേജിൽ കയറിയത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ആ പ്രോഗ്രാമിനെ ഇൻവാലിഡായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ശാരിക ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുകയാണ്. 1 മുതൽ 5 വരെ സ്ഥാനങ്ങളിലേക്ക് ആരൊക്കെയാണ് വന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ അവിടെ നടക്കുകയാണ്. ഈ ചർച്ചകളിൽ അനീഷിനെ എല്ലാവരും കൂടി ഒതുക്കുന്നു. സത്യത്തിൽ ലൈവ് കണ്ടവർക്കറിയാം, ഒരു 2ാം സ്ഥാനത്തേക്ക് എത്തുവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു ശൈത്യയുടെയും നൂറയുടെയും പെർഫോമൻസിൽ. അനീഷിന് വേണ്ടിയായിരുന്നു അവർ പെർഫോം ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അനീഷിനെ 5ാം സ്ഥാനത്തേക്ക് മാറ്റി. 1ാം സ്ഥാനത്തേക്ക് വന്നത് സരികയുടെ ടീമാണ്, അക്ബറും അനുമോളും. 2ാം സ്ഥാനത്തേക്ക് വരുന്നത് രേണുസുതിയുടെ ടീമാണ്, നെവിനും ഷാനവാസും. 3ാം സ്ഥാനം ഒനിലിന് വേണ്ടി പെർഫോം ചെയ്ത ജിസേലിനും ആര്യനുമാണ്. വാസ്തവത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള പ്രകടനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇത് അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് 3ാം സ്ഥാനം കൊടുക്കുന്നു. 4ാം സ്ഥാനത്തേക്കാണ് അനീഷിന്റെ പേര് പറയുന്നത്. 4ാം സ്ഥാനം അനീഷിന് കൊടുത്തപ്പോഴേക്കും രണ ഫാത്തിമ കയറി ഉടക്കി. എന്താ ചേട്ടാ ഈ കാണിക്കുന്നത്? നിങ്ങൾ അൺഫെയർ ആയിട്ടുള്ള തീരുമാനമല്ലേ ഈ പറയുന്നത്? നേരത്തെ നമ്മൾ തീരുമാനിച്ചത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പാനി ശരത്തിനും ഡോക്ടർ ബിന്നിക്കുമായിരുന്നല്ലോ 4ാം സ്ഥാനം നമ്മൾ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പോഴേക്കും അവിടെ ബഹളമായി. ബിഗ് ബോസ് കയറി ഇടപെടുന്നു. ഉടനെ ഒനില് സോറി 4ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അപ്പാനി ശരത്തും ബിന്നിയുമാണ്. അവർ രണ ഫാത്തിമയുടെ ആൾക്കാരാണ്. ഒടുവിൽ 5ാം സ്ഥാനത്തേക്ക് അനീഷിനെ കൊണ്ടുവരികയാണ്. ശൈത്യയും നൂറയും 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വാസ്തവത്തിൽ അനീഷ് വളരെയധികം എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടും ഈ 5 ആൾക്കാരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അനീഷിനെ 5ാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥാനങ്ങൾ അവർ പങ്കുവെക്കുകയായിരുന്നു. അനീഷ് മറുപടി പറയുവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് വളരെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ സംസാരിക്കുകയും ഒരു വേളയിൽ അദ്ദേഹത്തെ വല്ലാതെ ചവിട്ടിത്തേക്കുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ കാണിക്കുകയും ഈ രണ ഫാത്തിമയൊക്കെ ഒത്തിരി മോശമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ബിഹേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പരിപാടിയെല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് വരികയാണ്. വാഷ്റൂം ഏരിയയാണ് കാണിക്കുന്നത്. അവിടെ അപ്പാനി ശരത്തും അഭിലാഷും ബിന്നിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ടാസ്കിൽ ശാരികയ്ക്ക് 0 പോയിന്റ് ലഭിച്ചതിനെ കുറിച്ച് ബിന്നി അഭിപ്രായപ്പെടുകയാണ്. സത്യത്തിൽ അവർക്ക് ദൈവമായിട്ട് അത് കൊടുത്തതാണ്. അവരതങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ശാരികയ്ക്ക് പോയിന്റ് കുറഞ്ഞു പോയതിന്റെ കാരണക്കാരി ബിന്നിയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുകയും പിന്നീട് ഈ ടീമിനെ ഷഫിൾ ചെയ്യുകയും ഒക്കെ ചെയ്തത്. പുതിയ ടീമുമായിട്ടാണ് ഇന്ന് പുതിയ ടാസ്കിലേക്ക് അവർ എത്തുന്നത്. പക്ഷെ തുടക്കത്തിൽ തന്നെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു. അതവർക്ക് ദൈവം കൊടുത്ത തിരിച്ചടിയാണ് എന്നാണ് ബിന്നിയുടെ വാദം. അപ്പാനി ശരത്ത് പറയുന്നു, ഞങ്ങൾ നന്നായിട്ട് പാട്ടുപാടി, ആ പാട്ടിനനുസരിച്ച് കിടിലൻ സ്റ്റെപ്പായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത്, എന്നിട്ടും ഞങ്ങളെ 4ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷമുള്ളൊരു ചർച്ചയിൽ അനീഷിനെയാണ് കാണിക്കുന്നത്. അനീഷ് ശൈത്യയോടും അനുമോളോടും പിന്നെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോടുമായി പറയുകയാണ്, ഈ 2 ആൾക്കാർ എൻ്റെ ടീമിലല്ലായിരുന്നു എങ്കിൽ അവർക്ക് 100% ഉറപ്പാ ഇന്നത്തെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ലഭിച്ചേനെ. എൻ്റെ ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് 5ാം സ്ഥാനത്തേക്ക് അവരെ വിട്ടത്. അപ്പോൾ ശൈത്യ പറയുന്നു, ഭയങ്കര പാർഷ്യാലിറ്റി ആടി ഇവിടെ കാണിക്കുന്നത്. അതിന് ആദില മറുപടി പറയുകയാണ്, ഈ 5 ആൾക്കാരും ഈ മനുഷ്യനെതിരായിരുന്നു. അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. സത്യത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ആള് ഒനിലായിരുന്നു. എന്തായാലും ഇതെല്ലാം അനീഷിന്റെ ഹൃദയത്തെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണുന്ന കാഴ്ച, ശൈത്യ വാഷ്റൂം ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് കരയുകയാണ്. അവിടേക്ക് അനീഷ് എന്ന് കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ചേട്ടാ ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് നിങ്ങൾ കളിച്ചു, പക്ഷെ സംഭവിച്ചത് ഇതിനകത്ത് പൊളിറ്റിക്സ് ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ഒത്തുകളിയും ഉരുണ്ടുകളി പരിപാടികളും എല്ലാം ആ വീടിനുള്ളിലുള്ള ആൾക്കാർക്ക് തന്നെ കൃത്യമായി മനസ്സിലായി. അതുമാത്രവുമല്ല, ഈ എപ്പിസോഡും പ്രത്യേകിച്ച് ലൈവും ഒക്കെ കണ്ട ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ആരുടെ പെർഫോമൻസ് ആയിരുന്നു നല്ലത്, എങ്ങനെയായിരുന്നു വിധി പ്രഖ്യാപിക്കേണ്ടത്, പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം. പിന്നീട് കാണുന്നത് ഒരു സന്തോഷ കാഴ്ചയാണ്. ജിസേലിന്റെ പുറകിന് വേട്ടനായ്ക്കളെ പോലെ പാഞ്ഞു നടന്ന ആൾക്കാർക്ക് ഒടുവിൽ തെളിവ് കിട്ടിയിരിക്കുന്നു. ജിസേല് മുഖത്തുപയോഗിക്കുന്ന എന്തോ ഒരു ക്രീമും ഒക്കെ ആയിട്ട് അനുമോളും ശൈത്യയും ബിൻസിയും ശാരികയും രേണുസുതിയും എല്ലാവരും കൂടി ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ക്യാമറയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ജിസേലിന്റെ മേക്കപ്പ് ഐറ്റമാണ്, ഇത് ഞങ്ങൾ എടുത്തത് ആര്യന്റെ ബാഗിനകത്തു നിന്നാണ്. അപ്പോൾ ജിസേൽ പഠിച്ച കള്ളി തന്നെയാണ്. ആര്യനെ മണിയടിച്ച് ആര്യനെ ചാക്കിട്ട് കൂടെ കൊണ്ടു നടന്നിട്ട് ആരും കാണാതെ ആര്യന്റെ ബാഗിനകത്ത് കൊണ്ടുവന്നത് നിക്ഷേപിച്ചു.
കാരണം സ്വന്തം ബാഗിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ നോക്കും, അത് പൊക്കും, അത് കണ്ടെത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പിടിക്കും. അതുകൊണ്ട് ആര്യന്റെ ബാഗിൽ കൊണ്ടുവന്നിട്ടു. തുടർന്ന് ആ സാധനവും എടുത്തുകൊണ്ട് അനുമോളും ടീമും കൂടി ആര്യന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്. ആര്യനോട് കാര്യം ചോദിച്ചപ്പോൾ തന്നെ ആര്യൻ അപകടം മണത്തു. അതുകൊണ്ട് ആര്യൻ പറയുകയാണ്, ഇത് ജിസേലിൻ്റെതല്ല, എൻ്റെ സാധനമാണ്, നീ കള്ളം പറയരുത്, ഈ സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് അവൾ പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ആര്യൻ, അതിപ്പോൾ ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല, എൻ്റെ ബാഗ് തുറന്ന് ഞാൻ ഉപയോഗിക്കാൻ വെച്ചിരുന്ന സാധനം അവൾ എടുത്തുകൊണ്ട് പോയതൊന്നും ഞാൻ കണ്ടിട്ടല്ല, എന്നെ വെറുതെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി വരരുത്, നീ ഉരുണ്ട് കളിക്കല്ലേ. അനുമോളുടെ ഈ സംസാരം കേൾക്കുമ്പോഴേക്കും ആര്യന് കുരുപൊട്ടി. ആര്യൻ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീട് അതിനുശേഷം കാണുന്നത് വീണ്ടും ആര്യനുമായിട്ട് ജിസേലിൻ്റെ ആ കിടക്കക്കരിയിലേക്ക് എത്തുന്നു. ജിസേലിന്റെ ഡ്രോയർ വലിച്ചു തുറന്ന് വീണ്ടും അവിടെ വെച്ച് സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജിസേൽ ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് വീണ്ടും ജിസേലിന്റെ ബഹളം ആരംഭിക്കുന്നു. വീണ്ടും അനുമോളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇവക്ക് ഭയങ്കര സോക്കേടാണ്, ശരിക്കും ഇത് സൈക്കോ തന്നെയാണ്, വലിയ സൈക്കോയാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോളെ കാര്യമായിട്ട് വഴക്ക് പറയുന്നുണ്ട് ജിസേല്. ഇത് പറഞ്ഞിട്ട് ജിസേല് നേരെ പോയി ആര്യന്റെയും അപ്പാനിയുടെയും അക്ബറിന്റെയും ഒക്കെ ഇടയിൽ പോയിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും ഷൈത്തയ്ക്കും അനുമോൾക്കും ഒക്കെ ഭയങ്കര അസ്വസ്ഥതയാകുന്നുണ്ട്. അനുമോൾ അന്നേരം പറയുന്നുണ്ട്, ഈ പെണ്ണിനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ കമന്നടിച്ച് വീഴുന്ന ആണുങ്ങൾ ഇങ്ങനെയുമുണ്ടോ ഇവന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പുച്ഛത്തോടു കൂടി ഇവരെ പരിഹസിക്കുകയാണ്. അവിടെ ഇരിക്കുന്നതിൽ അഭിലാഷ് ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അവിടെ വാലുകടിച്ച് അവിടെ പുറകിന് നടക്കുന്നവരാണ്, നാണം കെട്ടവന്മാര്. ശൈത്യക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിനക്കെന്താ പ്രോബ്ലം. അപ്പോൾ അനു, അവളെ എല്ലാവർക്കും പേടിയാണ്, എനിക്ക് അവളെ പേടിയൊന്നുമില്ല, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എന്തായാലും ഇന്നലെ മുതൽ ജിസേലിന്റെ മേക്കപ്പിന്റെയും പിന്നാലെ ആ വീട്ടിൽ കുറെ ആൾക്കാർ കറങ്ങി നടക്കുകയാണ്. കുറെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാവരും ജിസേലിനെ പിടിക്കാൻ വേണ്ടി തന്നെ കെണി വെച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ അതിവിദഗ്ധമായി ജിസേൽ ഇവരെ എല്ലാം വെട്ടിച്ച് കടക്കുന്നു. പിടിക്കപ്പെട്ടു എന്ന് തോന്നിയ സാഹചര്യത്തിൽ പോലും കൈക്കരുത്തുകൊണ്ട്, കയ്യൂക്കുകൊണ്ട് ഇതിനെയെല്ലാം നേരിട്ട് ജിസേൽ ഇപ്പോഴും അജയ്യയായി അവിടെ നിൽക്കുകയാണ്. പക്ഷെ ജിസേലിനെ അവർ പൂട്ടും, അത് ശപഥം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് RJ ബിൻസി ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നതാണ്. ടാസ്കിന്റെ പേര് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇത് മിഡ്വീക്ക് സസ്പെൻഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ടാസ്കിലെ അവസാനത്തെ ഐറ്റമാണ്. സസ്പെൻഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി സഹായികളായിരുന്നു ഇതുവരെ ടാസ്ക് കളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ ടാസ്കിൽ സഹായികളായിരിക്കില്ല. ഈ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഡയറക്റ്റ് കളിയായിരിക്കും കളിക്കേണ്ടത്. ഈ ഒരൊറ്റ ടാസ്കിലൂടെ നിലവിലെ സ്കോർ ബോർഡിൽ നിങ്ങളുടെ പോയിന്റുകൾ എത്രയാണോ ഉള്ളത് അതൊക്കെ മാറി മറയാൻ സാധ്യതയുണ്ട്. ടാസ്കിന്റെ നിയമം ഇങ്ങനെയാണ്. ഗാർഡൻ ഏരിയയിൽ 6 പെഡസ്റ്റീലുകളുണ്ട്. ആ 6 പെഡസ്റ്റീലുകളുടെയും മുകളിൽ 6 ബൗളുകളും ഉണ്ടായിരിക്കും. ഈ ബൗളുകൾക്കുള്ളിൽ ഇതുവരെ നിങ്ങൾ കളിച്ച ഓരോരോ കളികളിലും ലഭിച്ച പോയിന്റുകൾ, ആ പോയിന്റുകളുടെ കൃത്യമായ എണ്ണത്തിൽ കുറച്ച് കല്ലുകളും ഉണ്ടാവും. കൂടാതെ ആ ഗാർഡൻ ഏരിയയിൽ തന്നെ ഒരു പച്ച കളറിലെ ബട്ടൺ ഒരു പെഡസ്റ്റീലിൽ വെച്ചിട്ടുണ്ടാവും. ബസർ ശബ്ദം കേൾക്കുന്ന സമയത്ത് ആരാണോ ആദ്യം ഓടിപ്പോയി ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് തുടർന്ന് നിങ്ങളുടെ കല്ലുകൾ കൈവശപ്പെടുത്തുന്നതിനുള്ള അധികാരമുണ്ടാവും. അങ്ങനെ എടുക്കുന്ന കല്ലുകളുമായിട്ട് താൻ തിരികെ വന്ന് ഈ പച്ച കളറിലെ ബട്ടനോട് ചേർന്ന് തന്നെ വെച്ചിരിക്കുന്ന പെഡസ്റ്റലിന്റെ മുകളിലിരിക്കുന്ന ബൗളിനകത്തേക്ക് ആ കല്ലുകൾ നിക്ഷേപിക്കേണ്ടതാണ്. ഈ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ലഭിക്കുന്ന ടൈം 7 സെക്കൻഡ് മാത്രമാണ്. തന്നിരിക്കുന്ന ഈ 7 സെക്കൻഡിനുള്ളിൽ പോയി ഈ സ്റ്റോണുകൾ എടുത്ത് പറയപ്പെട്ട സ്ഥലത്തുള്ള ബൗളിൽ കൊണ്ടൊന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഡ് സോണിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഈ പറയപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾ തിരികെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സ്റ്റോണുകളാണോ മറ്റുള്ളവരുടെ ബൗളിൽ നിന്ന് കളക്ട് ചെയ്തത് ആ അത്രയും നിങ്ങളുടെ പോയിന്റുകളോടുകൂടി ആഡ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള 2 റൗണ്ടുകളായിട്ടായിരിക്കും ഈ ടാസ്ക് നടക്കുന്നത്. തുടർന്ന് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് ചെല്ലുകയാണ്. വളരെ ത്രസിപ്പിക്കുന്ന ഒരു മുഹൂർത്തം. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. ആരാണ് പുറത്തു പോകുവാൻ പോകുന്നത്? അവസാന നിമിഷത്തിൽ പലരുടെയും ഭാവി തന്നെ മാറി മറിയുവാൻ പോവുകയാണ്. കാരണം ഇവിടെ അനീഷും ശാരികയുമാണ് പുറത്തു പോകുന്നത്. അത് ഏകദേശം ഉറപ്പിക്കപ്പെട്ടു. ഇതിനു മുൻപ് നടന്ന എല്ലാ ടാസ്കുകളിലും ഇവർക്ക് നല്ല വിദഗ്ധമായ രീതിയിൽ പലരും പണി കൊടുത്തു. അങ്ങനെ അനീഷ് അവസാനം എത്തുന്നു, ഒപ്പം ശാരികയും എത്തുകയാണ്. ഈ 2 ആൾക്കാർ പുറത്തു പോകും എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഇവർക്കെതിരെ കൊടുത്തൊരു പണിയായിട്ടാണ് ഈ ടാസ്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇതിന് തൊട്ട് മുൻപ് നടന്ന ടാസ്ക് അങ്ങേയറ്റം അതിലെ വിധി നിർണയം മുഴുവനും അൺഫെയർ ആയിരുന്നു. ഇങ്ങനെയുള്ള നെറുകേടുകൾ കാണിച്ചതുകൊണ്ട് സഹായികളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബിഗ് ബോസ് ഡയറക്റ്റ് കളത്തിലിറങ്ങി കളിക്കുന്നതാണ് പിന്നെ കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ സംഭവിച്ചത് ഈ ടാസ്കിലുടനീളം അനീഷ് എന്ന വ്യക്തിയെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തുകയും അയാളെ പുറത്ത് കളയുവാൻ വേണ്ടിയുള്ള ഗൂഢമായ നീക്കങ്ങൾ നടത്തുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിത്തിരിച്ചത് എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ടാണ് സഹായികളെ മാറ്റി ഡയറക്റ്റ് ടാസ്ക് എന്ന ഒരു നിയമവുമായിട്ട് ബിഗ് ബോസ് വരുന്നത്. ടാസ്ക് ആരംഭിക്കുവാൻ തുടങ്ങുന്നു. സകല ആൾക്കാരും അനീഷ് തോക്കുവാനും അനീഷ് പുറത്തു പോകുവാനും വേണ്ടി കാത്തു നിൽക്കുകയാണ്.
അനീഷിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആകെ കൂടി 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ഗെയിമിൽ ഡയറക്റ്റ് കളിക്കുവാൻ പറ്റില്ല. 1 ആദില, 2 നൂറ, 3 ശൈത്യ. ഇവർ 3 പേരും അനീഷിന്റെ സഹായികളാണ്. അവർക്കിപ്പോൾ അനീഷിനോട് ഒരു സോഫ്റ്റ് കോർണറൊക്കെ വന്നിട്ടുണ്ട്. അനീഷിന്റെ ഭാഗത്തായിരുന്നു ന്യായമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ അനീഷിന് വേണ്ടി നല്ല ഒന്നാന്തരമായി പാട്ടുപാടി ഡാൻസ് ചെയ്തിട്ടും അനീഷ് ആയിരുന്നു അവരുടെ കൂട്ടത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസിന് യാതൊരു വിലയും മറ്റുള്ളവർ കൽപ്പിക്കാതിരുന്നതിനാൽ അവർക്ക് മറ്റുള്ളവരോട് വലിയ കലിപ്പുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിന്റെ മുൻപിൽ ജീവൻ മരണ പോരാട്ടമാണെന്നറിയാവുന്ന ഇവർ അനീഷ് ഈ ടാസ്കിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ അവർ ഇരു കൈകളും കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും സൈറൻ മുഴങ്ങുന്നു, എല്ലാവരും കൂടി ഓടുന്നു. വെടിച്ചില്ല് പോലെ ഏറ്റവും മുൻപിൽ പാഞ്ഞെത്തുന്നത് അനീഷായിരുന്നു. അനീഷ് കൃത്യമായി ആ പച്ച ബട്ടണിൽ ആദ്യം തന്നെ കൈയമർത്തി. അതുകൊണ്ട് തന്നെ അടുത്ത 7 സെക്കൻഡിനുള്ളിൽ ആരുടെ ബൗളിൽ നിന്നാണോ സ്റ്റോണുകൾ കളക്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി അനീഷ് റെഡിയായി നിൽക്കുകയാണ്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ആരുടെ സ്റ്റോണാണ് നിങ്ങൾ എടുക്കുവാൻ പോകുന്നത്? അത് ഒനിലിൻ്റെതാണ്. ഈ ഒനിലിൻ്റെത് എന്നുള്ള തീരുമാനം അനീഷിന് ചുമ്മാതങ്ങ് വന്നൊന്നുമല്ല. അനീഷിനെ ഒതുക്കുവാൻ വേണ്ടി കഴിഞ്ഞൊരു ടാസ്കിനകത്ത് അഹോരാത്രം പ്രയത്നിച്ചൊരു വ്യക്തി ഒനിലായിരുന്നു. വളരെ മോശം പ്രതികരണമായിരുന്നു അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ജിസേലും ആര്യനും കാഴ്ചവെച്ചത്. പക്ഷേ ഒനില് അവർക്ക് 3-ാം സ്ഥാനം കൊടുപ്പിക്കുവാൻ വേണ്ടി നിർബന്ധിച്ചു. അവർക്ക് 3-ാം സ്ഥാനം മതി. അങ്ങനെ വന്നാലും ഒനില് സേഫാണ്. കാരണം ഒനില് മറ്റുള്ള ടാസ്കുകളിൽ നിന്നും കാര്യമായിട്ട് പോയിന്റുകൾ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മസിൽ പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 3-ാം സ്ഥാനം അദ്ദേഹം അതിനുവേണ്ടി ഉറപ്പിച്ചു. 5-ാം സ്ഥാനത്തേക്ക് അനീഷ് പോകുവാൻ പ്രധാനപ്പെട്ട കാരണക്കാരനും ഒനിലായിരുന്നു. അതുകൊണ്ട് ഒനിലിനിട്ട് പണി കൊടുക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി മറ്റുള്ളവരെ എല്ലാം മാറ്റിയിട്ട് ഒനിലിന്റെ ബൗളിൽ നിന്നായിരിക്കും ഞാൻ സ്റ്റോണുകൾ എടുക്കാൻ പോകുന്നതെന്ന് ബിഗ് ബോസിനോട് അനീഷ് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ 7 സെക്കൻഡിനുള്ളിൽ ഓടിപ്പോയി 9 കല്ലുകൾ പെറുക്കി തന്റെ ബൗളിനകത്ത് കൊണ്ടുവന്ന് അനീഷ് വെച്ചു. ഒരു കല്ലിന് 1 പോയിന്റ് വെച്ചാണ് 9 പോയിന്റ് ലഭിച്ചു. ഇതിനു മുൻപ് നടന്ന ടാസ്കുകളിൽ നിന്നായിട്ട് 6 പോയിന്റ് മാത്രമായിരുന്നു അനീഷിന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 9 കൂടി വന്നപ്പോൾ 9 മാറും 15 പോയിന്റ് വന്നു. അതെ, അനീഷാണ് ഇപ്പോൾ ടോപ്പിലെത്തി നിൽക്കുന്നത്. തീർന്നില്ല, രണ്ടാമത് വീണ്ടും ഈ പച്ച ബട്ടനെ തൊടുവാൻ വേണ്ടിയുള്ള 2-ാം റൗണ്ട് മത്സരം ആരംഭിക്കുകയാണ്. അവിടെയും 1-ാമത് പച്ച ബട്ടണിൽ ഓടി വന്ന് കൈയമർത്തുവാൻ ഭാഗ്യം ലഭിച്ചത് അല്ല, അതിനുള്ള കരുത്ത് കാട്ടിയത് അനീഷ് തന്നെയാണ്. അനീഷിന്റെ മുൻപിൽ വീണ്ടും സ്റ്റോണുകൾ കളക്ട് ചെയ്യുവാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ബിഗ് ബോസ് ചോദിക്കുകയാണ്, ആരുടെ സ്റ്റോണാണ് കളക്ട് ചെയ്യേണ്ടത്? മറ്റാരെയും അനീഷ് തെരഞ്ഞെടുത്തില്ല. 4-5 സ്റ്റോണുകൾ മാത്രമേ ഇനിയും ഒനിലിന്റെ ബൗളിൽ ശേഷിക്കുന്നുള്ളൂ. ബിഗ് ബോസിനോട് പറഞ്ഞു, ഒനിലിന്റെ ബൗൾ തന്നെയാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒനിലിനെ സമ്പൂജ്യനാക്കി ഇവിടുന്ന് ഇരുട്ടുമുറിയിലേക്ക് വിടുക എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അനീഷിന്റെ മുൻപിലുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ സമയത്ത് ഒനിലിന്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. ആകെ തകർന്ന അവസ്ഥയിൽ അയാൾ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഉച്ചക്കലത്തെ ടാസ്ക് നടക്കുന്ന സമയത്ത് അനീഷിനെ അടിച്ചൊതുക്കിയപ്പോൾ അയാളുടെ മുഖത്ത് ഒരു രാജാവിന്റെ വിജയീ ഭാവമായിരുന്നു. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതിനകത്തെ ആ രസം നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ വീണ്ടും അനീഷിന്റെ മുൻപിൽ ബസർ ശബ്ദം മുഴങ്ങുന്നു. അനീഷ് ഓടിച്ചെന്ന് ആ ബൗളിനകത്തിരിക്കുന്ന ശേഷിക്കുന്ന കല്ലുകളും പെറുക്കുന്നു. അങ്ങനെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ടാസ്കിൽ കയ്യൂക്കുള്ളവൻ താൻ തന്നെയാണെന്ന് അനീഷ് തെളിയിച്ച് ഇങ്ങനെ രാജാവിനെ പോലെ അവിടെ നിൽക്കുകയാണ്. അനീഷിന്റെ വിജയം അനീഷും കൂടെ നിൽക്കുന്ന 2-3 ആൾക്കാരും മാത്രമാണ് ആഘോഷിക്കുന്നത്. ഒന്ന് കൈ കൊടുക്കാനോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനോ ഒരാൾ പോലും തയ്യാറായില്ല. പ്രത്യേകിച്ച് അപ്പാനി ശരത്ത് അനീഷ് അവിടുന്ന് കെട്ടുകെട്ടി പോകുന്നത് കാണുവാൻ കാത്തിരുന്ന ആളാണ്. നീ ഇവിടുന്ന് ഉറപ്പായിട്ടും പുറത്തു പോയിരിക്കും, നിന്റെ പെട്ടി നീ പൈക്ക് ചെയ്തു, നീ പോകുന്ന സമയത്ത് ഞങ്ങൾ ഞെളിഞ്ഞിരിക്കും ഇത് കാണാൻ വേണ്ടി എന്നൊക്കെ പ്രവചിച്ചു വെച്ചിരുന്ന ആൾക്കാരുടെ എല്ലാം മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു അനീഷ് വെട്ടിപ്പിടിച്ച ഈ പൊരുതി നേടിയെടുത്ത ഈ 1-ാം തരം വിജയം. തുടർന്ന് അവിടെ കാണുന്നത് അനീഷിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ്. അനീഷ് ഈ ഗെയിം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആര്യൻ്റെ അടുക്കൽ പോയി എനിക്കിത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അറിയില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് സഹായം ചോദിച്ചു എന്നാണ് ആര്യൻ പറയുന്നത്. തുടർന്ന് ആര്യനാണ് കളി പറഞ്ഞു കൊടുത്തത്. ആര്യൻ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് കളിച്ചാണ് ഈ അനീഷ് വിജയിച്ചത്. 2-ാം റൗണ്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും ആര്യൻ തൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എന്നെ ആരും ഉപദേശിക്കണ്ട, എന്നെ ടീച്ച് ചെയ്യണ്ട, എനിക്കറിയാം എങ്ങനെ കളിച്ച് ജയിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് ആര്യനെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു അത്രേ അനീഷ്. എന്നിട്ട് താൻ പറയുകയാണ്, ഇനി ഒരിക്കലും അവൻ്റെ മുഖത്ത് ഞാൻ നോക്കില്ല, അതെൻ്റെ അമ്മ സത്യം, ഞാൻ മരിച്ചു പോയാലും ശരി എൻ്റെ അമ്മ സത്യം, ഇനി ഒരിക്കലും അനീഷിൻ്റെ മുഖത്ത് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് കാണുന്നത് അനുമോളും ശൈത്യയും ഒക്കെ കൂടിയുള്ളൊരു ചർച്ചയാണ്. അവിടെ വെച്ച് ശൈത്യ പറയുന്നുണ്ട്, ശരിക്കും പുറത്തു പോകേണ്ട വ്യക്തി രേണു ചേച്ചിയായിരുന്നു, ഇപ്പോൾ പുറത്തു പോയ ശാരികയായിരുന്നില്ല ആ സ്ഥാനത്ത് വരേണ്ടത്. പിന്നെ ഒനിലിൻ്റെ കാര്യം, ഒനിൽ എന്താണ് ഇങ്ങനെയൊക്കെ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുകയാണ്, സാരമില്ല, അവർ നല്ല കിടുക്കനായിട്ട് തിരിച്ചു വരും, നല്ല സപ്പോർട്ടായിരിക്കും അങ്ങനെ തിരിച്ചു വരുമ്പോൾ,
മാസ് പ്രകടനമായിരിക്കും തിരിച്ചു വന്നിട്ട് അവർ കാഴ്ചവെക്കുന്നത്. അത് കേട്ടുകൊണ്ട് വീണ്ടും ശൈത്യ പറയുകയാണ്, ബിഗ് ബോസ് അതിനെക്കുറിച്ച് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, തിരികെ വരാം ഇല്ലെങ്കിൽ വരാതെയും ഇരിക്കാം എന്നാണ് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ കേട്ടില്ലേ? അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞത്, എന്തും സംഭവിക്കാമെന്ന്. ഒരു പക്ഷേ മടങ്ങിയെത്തിയേക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പോക്ക് അവരിങ്ങനെ അങ്ങ് പോകാനും മതി. അടുത്തൊരു ചർച്ച അപ്പാനി ശരത്തും രണ ഫാത്തിമയും നമ്മുടെ അക്ബറും കൂടിയുള്ള ചർച്ചയാണ്. അവിടെ അക്ബർ അപ്പാനിയോട് പറയുന്നുണ്ട്, എന്തായാലും അളിയ പുറത്ത് പേര് പോയി, ഇനിയിപ്പോൾ വരുന്നത് പോലെ അറഞ്ചം പുറഞ്ചം കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കത്തി തുടങ്ങിയത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്ക് കൃത്യമായിട്ട് ഊഹിച്ചെടുക്കുവാൻ ഒന്നും കഴിയുന്നില്ലായിരുന്നു. ഇപ്പോൾ പൾസൊക്കെ ഏകദേശം പിടികിട്ടി വരുന്നുണ്ട്. രണ ഫാത്തിമ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് പുറത്തുള്ള ഇമേജ് എന്താണെന്നുള്ളത് എനിക്ക് ഒട്ടും വ്യക്തമല്ലെന്ന്. രണ ഫാത്തിമ വിഷമിക്കണ്ട, ഈ പറഞ്ഞതിലൊന്നും ഒട്ടും വ്യത്യസ്തമൊന്നുമല്ല താങ്കളുടെയും ഇമേജ്. അപ്പോൾ പിന്നെയും അക്ബർ പറയുന്നുണ്ട്, അനീഷാണ് ഈ വീട്ടിലെ ഹീറോ എങ്കിൽ അളിയ ശരത്തെ നീ ഉറപ്പിച്ചോ, നീ തന്നെയാണ് വില്ലൻ. അതെ, ആ പറഞ്ഞത് അങ്ങേയറ്റം വാസ്തവമായൊരു കാര്യമാണ്. അങ്കമാലി ഡയറീസിലെ ആ വില്ലൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വീണ്ടും പുനരവതരിച്ചോ എന്നുള്ളൊരു സംശയം പ്രേക്ഷകർക്ക് ഇപ്പോഴില്ലാതെയില്ല. അടുത്തത് അടുക്കളയിലെ കാഴ്ചകളാണ്. അനീഷ് അവിടെ നിന്നുകൊണ്ട് അക്ബറിനോടും കൂടെയുള്ളവരോടും പറയുകയാണ്, ഞാനായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോയിരുന്നതെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അത് സന്തോഷമായേനെ. അപ്പോൾ അക്ബറിന്റെ കമന്റ്, എല്ലാ ആൾക്കാരെയും ഉറപ്പിക്കുമ്പോൾ നീ അത് ഓർക്കണമായിരുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റ് വരുവാൻ വേണ്ടി ഏതെല്ലാം ഡ്രാമകളാണ് നിങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ ഭാഗത്ത് സത്യമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒടുവിൽ രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിക്കണം. അതിന് അപ്പാനിയാണ് മറുപടി പറയുന്നത്, നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെങ്കിൽ നീ ഇവിടെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നിനക്ക് മനുഷ്യത്വമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. തുടർന്ന് മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മനുഷ്യത്വമില്ലായ്മയുടെ ഏറ്റവും പീക്ക് ലെവലിലായിരുന്നു അനീഷ് അവിടെ നിന്നതെന്നും ഇനിയുള്ള കാലങ്ങൾ ആ മനുഷ്യത്വം നിന്നിൽ ഉണ്ടാവണമെന്നും അങ്ങനെ ഒരു മനുഷ്യത്വം നിന്നിൽ എപ്പോഴാണോ ഉരുവെടുത്തു തുടങ്ങുന്നത് ആ സമയം മുതൽ ഞങ്ങൾ നിന്റെ തോളിൽ കൈയിടുകയും നിന്റെ ചങ്ങാതിമാരായി മാറുകയും ചെയ്യുമെന്നൊക്കെയുള്ള നല്ല ഒന്നാന്തരം ക്ലാസ് ശരത്തിന്റെ വകയായിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട്. എന്തായാലും അനീഷിനെ സമ്മതിക്കണം, ഇത് മൗനമായിട്ടൊന്ന് കേൾക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. സാധാരണ ഒരുത്തൻ്റെയും ഒരു ഗീറുവാണമടിയും കേൾക്കാൻ വേണ്ടി ഇയാൾ നിന്നു കൊടുക്കാറില്ല. ഇപ്പോൾ ജയിച്ചതിൻ്റെ സന്തോഷത്തിലാകും അനീഷ് അതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നീട് കാണുന്നത് അപ്പാനി ഇങ്ങനെ പേ പിടിച്ച നായെപ്പോൾ ഓടി നടക്കുന്ന കാഴ്ചയാണ്. അപ്പാനിയുടെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. അനീഷ് അത് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അയാൾ കെട്ടുമുറുക്കി ഇവിടുന്ന് മലയ്ക്ക് പോകുന്നത് പോലെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാൻ കാത്തിരുന്ന മനുഷ്യന്റെ മുൻപിൽ ഉജ്ജ്വലമായൊരു വിജയവുമായിട്ട് അനീഷ് തിരിച്ചു വന്നപ്പോഴേക്കും അയാളുടെ സമനില തന്നെ തെറ്റിപ്പോയി. അയാൾ അങ്ങനെ ഭ്രാന്തനെ പോലെ ഓടി നടക്കുകയാണ്. തുടർന്ന് അനീഷിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ അതിനകത്ത് ഓരോരുത്തരുടെയും മുൻപിൽ പോയി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിനെ സഹായിക്കുവാൻ വേണ്ടി നിന്ന നമ്മുടെ ആദില, നൂറ, ശൈത്യ ഇവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ നൂറ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്തിനാണ് അയാളുടെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? കളി തുടങ്ങിയ സമയം മുതലേ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ്. ഇത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ മാത്രമേ ഉപകരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാകും. ഇവിടെ അനുമോളെ കുറിച്ചാണ് ഇപ്പോൾ അപ്പാനിയുടെ പ്രശ്നം. അനുമോള് മറുകണ്ഠം ചാടിയിരിക്കുന്നു. ഇതുവരെയും എൻ്റെ കൂടെ നിന്നുകൊണ്ട് അനീഷിനെതിരെ സംസാരിച്ചവളാണ്. ഇന്നലെ വരെയും അവന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം അവൻ്റെ വായിൽ നിന്ന് ചീത്തവിളി വരെ കേട്ടവളാണ്. ഇപ്പോൾ ദേ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൾ സംസാരിക്കുന്നു. അവൾ ചതിക്കുകയാണ് നമ്മളെ. ഇവളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇവള് നമ്മുടെ നാട്ടുകാരിയാണ്, ഒരു കലാകാരിയാണ് എന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇവൾക്കൊരു പരിഗണന കൊടുത്തിരുന്നത്. പക്ഷേ ഇവള് നമ്മളെ ചതിച്ചു. ഇവളെ നാളെ ഇനി എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അപ്പാനി എന്തൊക്കെയോ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ശരത്തിന്റെ വിശാല ഹൃദയത്തിനകത്തു നിന്നും അനുമോൾ എന്ന ആ സാധാരണക്കാരി പടിയിറങ്ങിയിരിക്കുകയാണ്. അല്ല, പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ ഇനി ജീവിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ സംസാരിച്ചേക്കാം, പക്ഷെ ഞാനിനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവളെ വിശ്വസിക്കില്ല. ഇയാൾ വിശ്വസിച്ചില്ലെങ്കിൽ അനുമോൾക്ക് 2 പുല്ലാണ്. ചുരുക്കി പറഞ്ഞാൽ അനീഷിനോടുള്ള ആ വലിയൊരു ഹേറ്റ് ഇപ്പോൾ അപ്പാനിയുടെ ഹൃദയത്തിൽ നിന്നും അനുമോളിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബാക്കി സ്ത്രീരത്നങ്ങളെയൊക്കെ അനുമോൾക്കെതിരാക്കുവാൻ വേണ്ടിയുള്ള കാര്യമായിട്ടൊരു വട്ടമേശ സമ്മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാഴ്ച ആക്ടിവിറ്റി ഏരിയയിലേതാണ്. അവിടെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, സ്വന്തം ജീവിതകഥ പറയുവാൻ വേണ്ടി ഓരോരുത്തരും എത്തിയിരിക്കുകയാണ്. RJ ബിൻസിയാണ് ആദ്യമായി ആരംഭിക്കുന്നത്. ഒരിടത്ത് 1999 ആലപ്പുഴയിൽ ബിജുവിനും ബിൻസിക്കും ഒരു മകൾ പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിൻസി തൻ്റെ കഥ പറഞ്ഞ് ആരംഭിക്കുകയാണ്. തുടർന്ന് ബിൻസി തൻ്റെ ജീവിത കഥകൾ, താൻ പിന്നിട്ട വഴിത്താരകൾ എല്ലാം വളരെ ഇമോഷണലായി പറഞ്ഞു വെക്കുന്ന കാഴ്ചയായിരുന്നു കാണുന്നത്. നന്നായി സംസാരിക്കുന്ന കുട്ടിയായിരുന്നു. വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുമായിരുന്നു. ആരുടെയും മുഖത്ത് നോക്കി എന്തും വിളിച്ചു പറയുമായിരുന്നു. അതുകൊണ്ട് കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയുന്നവളായിട്ടായിരുന്നു തന്നെ തൻ്റെ ചുറ്റുപാടിലുള്ളവർ വിലയിരുത്തി പോന്നത്.
പക്ഷേ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു ഒടുവിൽ റേഡിയോയിൽ വരെ താനെത്തി. സാമ്പത്തികമായി വലിയ നേട്ടങ്ങളുണ്ടാക്കി. തൻ്റെ അച്ഛൻ ആദ്യമായി ഓട്ടോറിക്ഷ താൻ വാങ്ങിക്കൊടുത്തു. തുടർന്ന് 18 ലക്ഷം രൂപയുടെ കാറ് താൻ വാങ്ങിക്കൊടുത്തു. ഇതെല്ലാം ഈ കൊച്ചുവായിൽ വലിയ വർത്തമാനം പറഞ്ഞ് തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് വളരെ മനോഹരമായിട്ട് ബിൻസി അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് സംസാരിക്കാനെത്തുന്നത് ആദിലയാണ്. ആദിലയുടെ സ്കൂൾ ജീവിതവും ആ സ്കൂളിൽ വെച്ച് താൻ നൂറയെ പരിചയപ്പെടുന്നതും നൂറയുമായി തനിക്ക് പ്രണയമുണ്ടാവുന്നതും തുടർന്ന് ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി മുൻപോട്ടിറങ്ങിത്തിരിക്കുന്നതും ഒക്കെ ഇവർ പറയുന്നുണ്ട്. സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇവരിപ്പോൾ ലെസ്ബിയൻ കപ്പിൾ ആണെങ്കിൽ പോലും സ്കൂൾ ജീവിതത്തിനിടയിൽ വെച്ച് 12th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ആ സമയത്ത് തനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയുമായിട്ട് തനിക്ക് പ്രണയമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് പോയി. പിന്നീടാണ് താൻ തിരിച്ചറിയുന്നത് താൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നുള്ളതും നൂറയെ ഇഷ്ടപ്പെട്ട് നൂറയുമായി ജീവിക്കുവാൻ വേണ്ടി തുടർന്ന് താൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമൊക്കെ. പണമുണ്ടാക്കുക എന്നുള്ളതും ജോലി ചെയ്യുക എന്നുള്ളതും ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കേട്ടു വളർന്ന ഒരു കുടുംബത്തിനകത്ത് നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ജോലി ചെയ്യണം, പണമുണ്ടാക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു ആദില മുൻപോട്ടിറങ്ങിത്തിരിക്കുന്നത്. ഒടുവിൽ അത് ബിഗ് ബോസ് വീട്ടിൽ വരെയോളം എത്തിച്ചേർന്നു. ഇതിനിടയിൽ ഇൻഫോ പാർക്കിൽ മനോഹരമായൊരു ജോലിയും ഉണ്ടായി. അതുപോലെ തന്നെ യൂട്യൂബിൽ കൂടി മാന്യമായൊരു വരുമാനവും എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് എപ്പിസോഡിന്റെ അവസാനത്തെ ഭാഗങ്ങളാണ്. ഒരു അത്ഭുത കാഴ്ച, അതിനേക്കാൾ ഉപരി ഒരു മനോഹര കാഴ്ചയോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പാതിരാത്രിയിൽ ആരോ ചോദിക്കുകയാണ്, അനീഷ് ഏട്ടന് ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഏത് പാട്ടാണ് ഇഷ്ടമുള്ളത്? അനീഷ് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തെക്ക് തെക്ക് തെക്കേ പാടം ഈ പാട്ടിന്റെ വരികൾ പാടി തുടങ്ങുന്നു. ആസ്ഥാന ഗായകൻ അവിടെ ഉണ്ടല്ലോ, അക്ബർ അനീഷിന് വേണ്ടി വളരെ മനോഹരമായി ആ പാട്ടിന്റെ ബാക്കിയുള്ള വരികൾ കൂടി പാടി തീർക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡും അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.